ശബരിമല തീർത്ഥാടന കാലത്ത് ഏത് ഭക്തനെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരു അറസ്റ്റിൽ. അയ്യപ്പന്റെ പ്രതിപുരുഷനാണ് തന്ത്രി. അറസ്റ്റ് ഇപ്പോൾ തന്ത്രിയിൽ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോ മന്ത്രിയിൽ നിന്ന് തന്ത്രിയിലേക്ക് അങ്ങ് മാറിയതാണോ? തന്ത്രിയിൽ നിന്നും മന്ത്രിയിലേക്കുള്ള ഒരു വഴിയും ആവാമല്ലോ. കാര്യം ഇന്ന് തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട സംഭവവാസങ്ങൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടുണ്ടായി. ഒന്ന്, CPIയുടെ ശ്രീ ശങ്കരദാസ് സമർപ്പിച്ച ജാമ്യഹർജിയല്ല, അദ്ദേഹം സമർപ്പിച്ച അദ്ദേഹത്തിന് അപവാദമുണ്ടാക്കത്തക്ക രീതിയിൽ കേരള ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയെന്നും ആ പരാമർശം നീക്കണം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതി പറഞ്ഞു വെച്ചത് നിങ്ങൾ ഇതിനേക്കാളും മോശപ്പെട്ടത് അർഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഹർജി തള്ളുകയും നിങ്ങൾക്ക് ജാമ്യം വേണമെങ്കിൽ കീഴ്ക്കോടതിയിൽ പോയി ജാമ്യാപേക്ഷ കൊടുത്തോളാം പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 8, 9 തീയതികളിൽ അറസ്റ്റ് തടഞ്ഞിട്ടുള്ള ജയശ്രീ എന്ന് പറയുന്ന ദേവസ്വം സെക്രട്ടറിയോട് അന്വേഷണ സംഘത്തിന് മുമ്പ് ഹാജരായി മൊഴി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളുടെ ഒരു പരിണിത ഫലമായിട്ടാണ് ഒന്ന്, ഈ സുപ്രീം കോടതിയിലോട്ട് ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ എത്തിയതും സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ ശബരിമലയുടെ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് വരികയും ചെയ്ത ഒരു ദിവസമായിരുന്നു 2 ദിവസത്തിന് മുമ്പ്. ഇന്നലെ ഇന്നുമായിട്ട് ജയശ്രീ അവിടെ മൊഴി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കിങ് പിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയശ്രീ എന്ന് പറയുന്ന ദേവസ്വം സെക്രട്ടറി, പഴയ ദേവസ്വം ബോർഡ് സെക്രട്ടറി. അപ്പോൾ അവരെ യഥാർത്ഥത്തിൽ ഈ കുറ്റത്തിൽ നേരിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ആളെന്നുള്ള രീതിയിൽ, അതിൻ്റെ ഒരു ഏറ്റവും കിങ് പിൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതെല്ലാം അവർ കണ്ട ഫയലുകളും അവർ ഒപ്പിട്ട ഫയലുകളും അവർ ഫോർവേഡ് ചെയ്ത ഫയലുകളുമാണ്. കാര്യം ദേവസ്വം ബോർഡിനും മന്ത്രിക്കും ഇടയിൽ നിൽക്കുന്നത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ്. അപ്പം അവർക്ക് എന്തായാലും ശേഷകാലം ഒന്ന്, അവരുടെ 2 വൃക്കയും തകരാറിലാണ്, എനിക്ക് അവരോട് സാധാരണയുള്ളൂ. പക്ഷേ ശേഷകാലം ജയിലിൽ ഡയാലിസിസിന് പോകുന്നതിന് പകരം അവർ മാപ്പുസാക്ഷിയാകാനാണ് സാധ്യത. അപ്പോൾ മാപ്പുസാക്ഷി ആകുന്ന രീതിയിലുള്ള ഒരു മൊഴിയാണ് അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടോട്ടലി ഇംപ്ലിക്കേറ്റിംഗ് ആണ്. കാര്യം പിന്നെ അവിടുന്ന് അവരെ വായിൽ നിന്ന് പേര് വീഴുന്ന ആർക്കും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. അവരെത്ര ഉന്നതരായാലും ശരി തന്നെയാണ്. കാര്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും പറഞ്ഞത് ഇതിൽ ഉൾപ്പെട്ട വളരെ ഹീനമായ കുറ്റകൃത്യം എന്നാണ് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്. നിങ്ങൾ വളരെ ഹീനമായ ഒരു കുറ്റകൃത്യം, നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിട്ടില്ലല്ലോ എന്നാണ് അവർ ചോദിച്ചത്. 2ാമത്തെ തവണയാണ് ശബരിമല ഇഷ്യൂ വീണ്ടും സുപ്രീം കോടതിയുടെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതും കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കേരളത്തിൽ SIT വെച്ചുകൊണ്ട് കടകംപള്ളിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ചെയ്തു നോക്കി. പക്ഷേ ഇനി അവരെ കയ്യിൽ നിന്നത് പോയി എന്നുള്ള കാര്യം മനസ്സിലായി. ശങ്കർദാസിനെ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അവർക്ക്. കാര്യം ശങ്കർദാസിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അറസ്റ്റ് നീക്കുമെന്നറിയത്തില്ല. ശങ്കർദാസിന് മുൻകൂർ ജാമ്യം കൊടുത്തില്ലെങ്കിൽ, കാര്യം മുൻകൂർ ജാമ്യം കൊടുക്കാനുള്ള യാതൊരു ഗ്രൗണ്ടും അതിനകത്ത് കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു, നിങ്ങളുടെ ആരോഗ്യ സ്ഥിതിയും പ്രായവും അല്ലാതെ നിങ്ങൾ ഈ കുറ്റകൃത്യത്തിലുള്ളതിനകത്ത് എന്തെങ്കിലും ഒരു ലീനിയൻസി നിങ്ങൾ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. അപ്പം അദ്ദേഹം ബാക്കി 2 കൂട്ടുപ്രതികൾ അറസ്റ്റിലായ സ്ഥിതിക്ക്, അവർക്ക് ജാമ്യം നിഷേധിച്ച സ്ഥിതിക്ക് ഇദ്ദേഹത്തിന് ജാമ്യം നൽകണമെങ്കിൽ ദൈവികമായ മറ്റെന്തെങ്കിലും ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാനുള്ള സാധാരണഗതിയിലുള്ള രീതിയുള്ളൂ. ഇല്ലെങ്കിൽ കോടതിക്ക് അത്രയും ബോധ്യപ്പെട്ട കാര്യങ്ങളുണ്ടാവണം. എന്തായാലും തന്ത്രി അറസ്റ്റിലായി. ഇനി ശബരിമലയിൽ മേൽശാന്തി ആവുന്നതിന് മുമ്പ് ക്ലിഫ് ഹൗസിൽ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോയ മേൽശാന്തിയുണ്ട്. അദ്ദേഹത്തെയും കൂടെ അറസ്റ്റിലായാൽ ഈ കാര്യങ്ങളുടെ പൂർണ്ണ ചിത്രം SITക്ക് ലഭിക്കുകയുള്ളൂ. കാര്യം നമ്മളെപ്പോഴും ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്, ശബരിമലയിൽ പുറപ്പെടാ ശാന്തിമാരായിട്ടിരിക്കുന്ന മേൽശാന്തിമാർ അറിയാതെ ഇതൊന്നും നടക്കത്തില്ല. അവർ അറിവും ഒത്താശയും എല്ലാം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കുകയുള്ളൂ. അതിൻ്റെ തുടക്കമാണ് യഥാർത്ഥത്തിൽ SIT നടത്തിയിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇതെന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ എനിക്കൊരു സംശയം, ഈ തന്ത്രി കുടുംബത്തിലേക്ക് ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇതുവരെ കണ്ടത് രാഷ്ട്രീയ വഴികളാണ്. വാസു, അതുപോലെ തന്നെ പത്മകുമാർ ഒക്കെ. പക്ഷെ ഇനി തന്ത്രി കുടുംബത്തിലേക്ക് ഇതിനെ മാറ്റി വിടുന്ന ഒരവസ്ഥയിലേക്കാകും. ഇത് തന്ത്രി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ഇന്നലെ SIT ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഞങ്ങൾ 4 ഘട്ടമായിട്ടാണ് അന്വേഷിക്കുന്നത്. ഒന്ന്, 98-ൽ
ശബരിമലയിൽ ഈ UB ഗ്രൂപ്പ് സ്വർണം കൊടുത്ത വിജയമല്യ UB ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. UB ഗ്രൂപ്പ് കൊടുത്ത സ്വർണം കൊടുത്തതിൻ്റെ കാലഘട്ടത്തിലുള്ള ഒരു അന്വേഷണം. അങ്ങനെ 4 ഘട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു മന്ത്രിയെ മാത്രം നമ്മൾ നോക്കണ്ട. ഇതേതെക്കാളും വലിയ മന്ത്രി കോൺഗ്രസ്സിലുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനും കൂടെ അവിടെ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് വിജിലൻസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുജന മധ്യത്തിലുള്ളതാണ്. അപ്പം ഈ കാലാകാലങ്ങളായിട്ട് ദേവസ്വം മന്ത്രിമാരും അവരുടെ ഉദ്യോഗസ്ഥന്മാരും അവരുടെ ബന്ധുക്കളും ഒക്കെ ശബരിമലയിലെല്ലാം മറ്റു ക്ഷേത്രങ്ങളിലും കാണിച്ച കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നേ പറ്റുള്ളൂ. അത് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് വഴി തിരിഞ്ഞു പോകാനുള്ള സാധ്യത. വഴി തിരിയല്ല, ഇത് ശരിക്കുള്ള വഴിക്കാണ് പോകുന്നത്. കാര്യം ഇത്രയും കാലം ഈ പൂണൂലിട്ടവർ അന്വേഷണ സംഘത്തിനൊരു പേടിയായിരുന്നു. പൂണൂലിട്ടവർ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാവുമെന്നൊരു പേടിയായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പൂണൂലിട്ടവരെ ഒഴിവാക്കിയാൽ അവരുടെ നെഞ്ചത്തുള്ള പൂണൂല് പോകുമോ എന്നൊരു പേടി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായി. കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയും പൂണൂലിട്ട ആളല്ല, അത് അയാൾ പിന്നെ വാദിയാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലോട്ട് വരുന്നത് വാദിയായിട്ടാണ് വരുന്നത്. അദ്ദേഹം സ്വയം കൊണ്ട് തലവെച്ച് കൊടുത്ത, ഞാനാണ് കുറ്റക്കാരെ, എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്തെന്ന് നമ്മൾ ചെറിയ കാലങ്ങളിൽ നമ്മൾ ഈ കളിയാക്കി പറയുമല്ലോ, ഈ കള്ളം തുള്ളി പറയുമെന്ന് പറഞ്ഞല്ലേ, അദ്ദേഹം തുള്ളിക്കൊണ്ട് വന്നതാണ്. ഞാൻ കള്ളനാണ്, എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് പൂണൂലിട്ട് ആരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ സംഘം നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അന്വേഷണ സംഘത്തിൻ്റെ പൂണൂൽ പേടി മാറി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നത്. മറ്റൊരു പൂണൂലിൻ്റെ പേടിയുണ്ട്. ഹരിശങ്കറിൻ്റെ പിതാവിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർക്ക്. പിന്നെ അങ്ങനെ ശരിക്കുള്ള മോഷ്ടാക്കളിലോട്ട്, കൊള്ളക്കാരിലോട്ട് അന്വേഷണം തിരിയുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ ഈ അറസ്റ്റിനെ നമുക്ക് കാണാം. അത് ശരിയാണ്. കാര്യം ഈ മറ്റുള്ളവരുടെ അറസ്റ്റ് പോലെ അല്ല ഇതിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് മണ്ഡലകാലത്തിന് ശേഷമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. ഈ പെട്ടെന്നുണ്ടായ എനിക്ക് തോന്നുന്ന ജയശ്രീയുടെ മൊഴി, ഇതിനകത്ത് നമ്മൾ എന്താണ് അവരുടെ മൊഴിയൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും മീഡിയയിൽ വന്നിട്ടില്ല. എന്നാലും ഊഹാപോഹങ്ങളാണ്. ജയശ്രീയുടെ മൊഴിയിൽ ഇദ്ദേഹത്തെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ സുപ്രീം കോടതി അവർ പറഞ്ഞത് എന്താണെന്നുള്ളതിൻ്റെ കറക്റ്റ് മെസ്സേജ് ഇവിടെ SITയുടെ ഹെഡിന് കിട്ടിക്കാണും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിനകത്ത് തന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, അത് നിഷേധിക്കാൻ പറ്റത്തില്ല. കാര്യം പറഞ്ഞാല് തന്ത്രിക്ക് മാത്രമാണ് ഇത് കാര്യം ദേവസ്വം ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്ന് അനുജ്ഞ വാങ്ങുന്ന ഒരു ചടങ്ങ്. അദ്ദേഹം ദിവസവും കാണുന്ന 7 പാളി സ്വർണം പൊതിഞ്ഞ 7 പാളി സ്വർണത്തിൽ അഴുക്ക് പറ്റിയപ്പോഴത്തേക്ക് നിങ്ങൾ സ്വർണം പൂശാൻ പറയണമെങ്കിൽ ഒന്നുകിൽ അയാളുടെ തല നമ്മൾ പരിശോധിക്കണം, അല്ലെങ്കിൽ അയാൾ അവിടുത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരനാവണം. നമുക്ക് അറിഞ്ഞൂടാ, നമുക്ക് പറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു ടെംപ്ടേഷൻ കൊണ്ട് മോഷ്ടിച്ചു, അങ്ങനെയല്ല. ഇത് വളരെ ആസൂത്രിതമായിട്ട് ഇത് അയ്യപ്പനായിട്ട് പണിതതാണ്. തന്ത്രി അവിടെ അയ്യപ്പന് പണിയാനാണ് പോയെങ്കിൽ അതിനുള്ള പണി അങ്ങേര് വാങ്ങിക്കും. ഇത് നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ്. നമ്മൾ പലരും പറയാൻ പേടിച്ചിരുന്നൊരു കാര്യമാണ് തന്ത്രിയുടെ പേര്. നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, തന്ത്രിയെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അയ്യപ്പൻ എന്തായാലും ഒരിക്കലും കള്ളന്മാരെ കൂടെ അല്ല. കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒതുക്കാനും അമർച്ച ചെയ്യാനുമാണ് മണികണ്ഠൻ്റെ അവതാരം ഉണ്ടായത്. ഉദയനെയൊക്കെ അമർച്ച ചെയ്തത്, കള്ളന്മാരെയും കൊള്ളക്കാരെ അമർച്ച ചെയ്ത ഒരു പാരമ്പര്യമാണ് ശബരിമല ധർമ്മശാസ്താവിനുള്ളത്. ധർമ്മവും നീതിയും പുലർന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ധർമ്മശാസ്താവിന് കഴിവില്ല എന്നുള്ള ഒരു രീതിയിലോട്ട് ഭക്തന്മാർക്ക് വരുമല്ലോ. അപ്പം പല അവതാരങ്ങളും വരുന്നതാണല്ലോ, സാധാരണ ആൾക്കാർക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനാണല്ലോ അവതാരങ്ങൾ വരുന്നത്. ഇപ്പം പലരും ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായത്. അതിൻ്റെ അർത്ഥം അയ്യപ്പൻ്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.